my beautiful souls, welcome back to my channel. I'm so happy and excited to be here with another tarot reading. I hope all my friends are safe and doing awesome today. So ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, ലവ്, റിലേഷൻഷിപ്പ്, മണി ആൻഡ് കരിയർ. ഓക്കെ, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സോ ഞാനിവിടെ 3 കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. സോ ഈ 3 കാർഡ്സിൽ കുറച്ച് നേരം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓൾറൈറ്റ്, let's start with number 1. Number 1 select ചെയ്ത ആൾക്കാർ, what changes are coming, what is coming, who is coming, love, relationship, money, fame, success. മേബി നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒന്ന് കൂടുതൽ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ലവ്, റിലേഷൻഷിപ്പ്, ഫിനാൻസ് ആൻഡ് കരിയർ. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്? നമ്പർ 1. What blessings are coming for you? Oh my God. Number 1, unexpected money, unexpected door is opening for you, unexpected love. Number 1. Wow. What's happening? Relationship. Number 1. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്? So number 1, you are so lucky. A lot of blessings are coming. Okay, unexpected money, unexpected love, unexpected offer. Okay, offer means especially love ആണ്. ലവ്, എസ്പെഷ്യലി ലവ് ആൻഡ് ഫിനാൻസ്. ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്നേഹം. ഓക്കെ, മേ ബി ന്യൂ ലവ് ആയിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും ഇല്ലാത്ത സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു സ്നേഹബന്ധം വരുന്നുണ്ട്. ഓക്കെ, പുതിയ സ്നേഹബന്ധം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ലവ്, എസ്പെഷ്യലി ഒരു പുതിയ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാരുടെ സ്നേഹം, ആൾക്കാർ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആൾക്കാരുടെ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആൾക്കാർ നിങ്ങളുടെ വേർഡ്സ് ഒക്കെ ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. ഓക്കെ, നിങ്ങളിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. സോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ജോലി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഡോറ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ടാവും. മേ ബി എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിരിക്കാം. ജോലി സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഫിനാൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് കാലമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് മണി ആയിരിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് മണി. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾക്കൊരു സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, സഹായങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അഡ്വൈസ് തരാനുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിലൊരുപാട് വിഷമം ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സ് ആയിരിക്കാം.
നിങ്ങളെ സറൗണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള അഡ്വൈസ് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മിഡിലായിട്ട് നിന്ന് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അതിനിടയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അത് നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ടാവാം. എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റാത്തതുണ്ട്, അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം, അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അതിൽ എന്ത് തീരുമാനം എടുക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, രണ്ട് ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഫാമിലിന് പുറമെ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടി ആയിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ആള്, മേ ബി ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക, രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല. മേ ബി നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു റെസ്പോൺസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് എസ്പെഷ്യലി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടെ കാണുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഹീൽ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ കുറെ കൂടി ഫോക്കസ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് വിട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കൂടെയൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വേൾഡിലായിരിക്കാം. എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളെ. ഈവൻ ഈ സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാം എന്താണ് ശരി തെറ്റ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, കാരണം നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അത് നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാഷനേറ്റ് തോന്നിയിട്ടുള്ള ഒരു സ്നേഹം, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വേറൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് മ്യൂച്വൽ ആണ്. നിങ്ങൾക്കുള്ള പോലത്തെ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് അവർക്കുള്ളത്. മേ ബി ആ റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ആ റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ ഒരു കാര്യം ഹോൾഡ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ്സ് പോലെ നിങ്ങൾ വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം. ഓക്കെ, നിങ്ങൾ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ശരിയെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്താ ശരി തെറ്റെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. യു നോ വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറെ ഒരാളുടെ അഡ്വൈസ് വേണ്ട. മേ ബി നിങ്ങൾ ആരുടെങ്കിലൊക്കെ അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവും, എസ്പെഷ്യലി ഫോർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ് ശരി, എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓൾറൈറ്റ്, Ace of Wands. See, a lot of blessings, I would say. You got Ace of Wands, Ace of Cups, Ace of Pentacle. Okay, so unexpected ആയിട്ടുള്ള മണി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്നേഹം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ഓഫർ. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. എല്ലാം ഒരു ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, എല്ലാം നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക,
ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മുന്നേ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ മാത്രമായിട്ട് ഫോക്കസ്ഡ് ആവരുത്. ഒന്നിൽ മാത്രമായിട്ട് ഇങ്ങനെ അതിൽ തന്നെ നോക്കരുത്. അതിൻ്റെ ഔട്ട്കം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിലൊരു ഓവറായിട്ടൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത്. ഓക്കെ, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതെന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതിൽ തന്നെ ഒരു ഫോക്കസ് കൊടുക്കരുത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. എസ്പെഷ്യലി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആൾക്കാരുടെ അഡ്വൈസ് തേടരുത്. ദയവേത് നിങ്ങൾ ആൾക്കാരുടെ അഡ്വൈസ് തേടരുത്. റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ മേ ബി നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവാം. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി ഫാമിലി എന്നുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, ഫാമിലി എന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എന്താണ് വേണ്ടാത്തതെന്ന് നിങ്ങൾക്കറിയാം. ആരാണ് വേണ്ടത്, ആരാണ് വേണ്ടാത്തതെന്ന് അറിയാം. നിങ്ങൾക്ക് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഒന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി, സ്നേഹം, ഓഫേഴ്സ്, ടോക്ക്, കോൺവെർസേഷൻ, എവറിത്തിങ് ഇസ് കമ്മിങ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ അതിൽ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവരുത്. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ആ ഒരു ഔട്ട്കം നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇറ്റ് വിൽ എനിവേ വർക്ക് ഔട്ട് ഫോർ യു. അതെന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ ഒന്നിൽ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ്ഡ് ആവരുത്. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പം അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യരുത്. അത് മേ ബി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെയാണ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക. വർക്ക് ഓൺ യുവർ സെൽഫ്. സ്റ്റേ പോസിറ്റീവ്. ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 2 now. What blessings are coming for you? Love, relationship, finance and career. Number 2, what blessings are coming for you? Love, relationship, finance and career. നമ്പർ 2, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്? ലവ്, റിലേഷൻഷിപ്പ്, ഫിനാൻസ് ആൻഡ് കരിയർ. മണി, ലവ്, റിലേഷൻഷിപ്പ്, ഫിനാൻസ് ആൻഡ് കരിയർ. ഓക്കെ, നമ്പർ 2, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, സ്ട്രെങ്ത് ഇസ് റിവേഴ്സ്ഡ്. സോ മേ ബി നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ ലൂസ് ആവുന്ന പോലെ തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ മേ ബി ഒരു സിറ്റുവേഷനിലായിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. യു നീഡ് ടു ഹീൽ യുവർ സെൽഫ്, കൺട്രോൾ യുവർ സെൽഫ്. ഓക്കെ, control your emotions, feelings, work on yourself. Number 2, what blessings are coming for you? Money, career, love, relationship. Number 2, what blessings are coming for you? Need to walk. It's again 7 of Pentacles reversed. What blessings are coming for you? Love, finance, and career. Number 2, what blessings are coming for you? നമ്പർ 2, നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നതെങ്കിലും നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ ലൂസ് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, സ്ട്രെങ്ത് ഒക്കെ
ഇല്ല, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ സ്ട്രെങ്ത് ഒക്കെ ലൂസ് ആവുന്ന പോലെ തോന്നുന്നുണ്ടാവും. എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്. ഓക്കെ, മേ ബി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഫിനാൻഷ്യൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരുന്നുണ്ടാവില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വർക്ക് ചെയ്തിട്ട് അത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ആ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എഫേർട്ടിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ ഒരുപാട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയമാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നും കൂടുതൽ കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷനാണ്. എന്താണ് നമുക്ക് മാത്രം ഇത് വർക്ക് ആവാത്തതെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്കൊക്കെ വർക്ക് ആവുന്നുണ്ട്, എനിക്ക് എന്താണ് വർക്ക് ആവാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇമോഷണലായിട്ട് ഒരുപാട് പോകുന്ന സമയമാണ്. സ്നേഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹേർട്ടായിട്ടുണ്ടാവും, വിഷമമായിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയിട്ട് എന്തോ ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ടാവും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്നേഹം, അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ പറ്റി, ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതൊക്കെ കൊണ്ട് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ ലൂസ് ആവുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അതാണ് നമ്പർ 2 നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമോഷണലി ആ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ഹീൽ ചെയ്യണം. നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കണം. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. സ്നേഹമൊക്കെ ഓവറായിട്ട് ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും ഇമോഷണലി ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അതാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കാനുള്ള കാരണം. ഓക്കെ, നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ആൾക്കാരാണ്, ഈസിലി ഇമോഷണലി ഒരുപാട് ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ആൾക്കാരാണ്, ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ആൾക്കാരാണ്, ഇമോഷൻസ് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സ്നേഹം ഓവറായിട്ട് കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ട് ഇമോഷണലായിട്ടൊക്കെ ഹേർട്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരു ആൾക്കാരായിരിക്കും നിങ്ങൾ. സോ നിങ്ങൾ ആ കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഈവൻ സ്നേഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഓരോരുത്തർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെങ്കാടി കൂടുതൽ ഒരാൾ സ്നേഹിക്കാതിരിക്കുക, ഇമോഷണൽ കാര്യത്തിലൊന്നും ഇമോഷണലി അവൈലബിൾ ആവാതിരിക്കുക. ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അത് ആഗ്രഹിച്ച പോലെ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് പോലെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു ചേഞ്ചസ് വരുന്നുണ്ടാവും. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് മണി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ്, ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ആ ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു സാലറി ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം, ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലിപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ലോൺ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു സഹായം, ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മേ ബി വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ ആള് മേ ബി ഇപ്പം കറന്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. ആ വ്യക്തിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആ വ്യക്തി എന്താ ചെയ്യുന്നത് അവരറിയാണ്ട് സീക്രട്ട് ആയിട്ട് നോക്കാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല. ഇപ്പം അവർ എന്താണ് ചെയ്യുന്നത്, അവരെ പറ്റി നിങ്ങൾ ഓവറായിട്ട് അവരെ അറിയാണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഒരുപാട് ഇതിൽ ഹേർട്ട് ആവുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ആവാനും, ഇമോഷണലി അവിടെ തന്നെ നിൽക്കാനും, അല്ലെങ്കിൽ ഇത് നിങ്ങളൊരു രീതിയിലും
ഇത് നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, നിങ്ങളെ ഇമോഷണലി ഒരുപാട് വിഷമിപ്പിക്കല്ലാണ്ട് അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ഓഫർ എന്തെങ്കിലും ആയിരിക്കാം. എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, അതിൽ ഓവറായിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന മറ്റു ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പോകുന്ന സ്നേഹം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിലൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കാണാണ്ട് പോകുന്ന സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഓക്കെ, സോ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെഡ് ഏക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് ഓക്കെ ഒരുപാട് വിഷമം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അതൊന്ന് നിങ്ങൾ തന്നെ പുറത്തേക്ക് വരണം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോയിട്ടുള്ള, നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോയിട്ടുള്ള എന്തെങ്കിലും സ്നേഹബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നു. ഓക്കെ, അവരിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നു. അവരിൽ നിങ്ങൾ ഈവൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണം. നിങ്ങളത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണം. ആ സമയത്തായിരിക്കും മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത്. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരും, റൈറ്റ് ആയിട്ടുള്ള സ്നേഹം വരും. ഓക്കെ, സോ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ സിറ്റുവേഷനിൽ മൂവ് ചെയ്യണം. ആ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ആയിട്ടിരിക്കരുത്. ലൈഫിൽ മാറ്റം കൊണ്ടുവരണം. ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട്, അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ തന്നെ മാറ്റണം. ലൈഫിൽ ആ ഒരു മാറ്റം കൊണ്ടുവരണം. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സഹായം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നമ്പർ 2, നിങ്ങളുടെ സ്ട്രെങ്ത് മാക്സിമം യൂസ് ചെയ്യേണ്ട സമയമാണ്. കാരണം നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്തിൻ്റെ ഒരു ലാക്നെസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യണം. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏഞ്ചലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് സ്നേഹമൊക്കെ കൺട്രോൾ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഓവറായിട്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാതിരിക്കുക. നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ ലൂസ് ആവുന്ന പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ്, നിങ്ങളൊരു ലൈഫിലെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ, ആ ഒരു വെളിച്ചം, ഒരു പ്രകാശം നമ്മുടെ ലൈഫിലേക്ക് വരിക. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യണം. സോ അതൊക്കെയാണ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്. ലെറ്റ്സ് മൂവ് ടു നമ്പർ 3 നൗ. നമ്പർ 3, വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? ലവ്, റിലേഷൻഷിപ്പ്, മണി ആൻഡ് കരിയർ. നമ്പർ 3, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി കോൺവെർസേഷൻ. ഓക്കെ, കോൺവെർസേഷൻ, മെസ്സേജ് ആയിരിക്കാം, കോൾ ആയിരിക്കാം. സംതിങ് ഈസ് കമ്മിങ് വെരി ഫാസ്റ്റ്. നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? ലവ്, റിലേഷൻഷിപ്പ്, മണി ആൻഡ് കരിയർ. നമ്പർ 3, what blessings are coming for you? Love, relationship, money and career are coming for you. ഇതിലേക്ക് വരുന്നത് ലവ്, റിലേഷൻഷിപ്പ്, ഫിനാൻസ് ആൻഡ് കരിയർ.
എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ? നിങ്ങളുടെ ലൈഫിൽ വരുന്ന എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്? ഹെൽപ് മീ വിത്ത് വൺ മോർ കാർഡ് ടാരോ. നമ്പർ 3. നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ മേ ബി നിങ്ങൾ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ്യസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ്. മേ ബി നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഓക്കെ, മേ ബി അവർക്ക് വേറെ ഫാമിലി ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ ഫാമിലി ആയിട്ട് ആഗ്രഹിച്ച ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ്യസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ, ഇനി അവർ വേറെ ഫാമിലി അല്ല അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫാമിലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രഷ്യസ് ആയിട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു ട്രഷർ പോലെ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ല, ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങൾ ആരും അറിയിക്കാണ്ട് നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒന്നും ആരും അറിയിക്കാണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തോന്നില്ല അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവാം. ഓക്കെ, മേ ബി അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ് ആയിട്ട് പോകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അപമാനം ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ചിലപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ ഈ വ്യക്തിയുടെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ആ ഒരു നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ഒരു എൽഡർ ആയിട്ടുള്ള ഒരാളുടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്, കോൺവെർസേഷന് വേണ്ടിയിട്ട്, ഒരു ഡിസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സിറ്റുവേഷനും കൂടി ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യമാണ്. റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യം. ഓക്കെ, ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. സോ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. പക്ഷെ അവരെന്തെങ്കിലും കാര്യം അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും കാര്യം അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ള ആള് അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെൻഡിക്കിൾ, പേജ് ഓഫ് കപ്സ്. ഒരുപാട് ഒബ്സെഷൻ ആണ്. ഓക്കെ, ഒരുപാട് പാഷൻ തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരും കൂടി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് വേണം, പക്ഷെ അത് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ജോലി ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഫിനാൻഷ്യൽ സക്സസ്സിലേക്ക് വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫിനാൻഷ്യലി സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഫിനാൻഷ്യലി എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി സക്സസ് ആവേണ്ട ആൾക്കാരാണ്. ഓൾറൈറ്റ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ജോലിയുടെ എന്തായാലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് സഡൻ ആയിട്ടല്ല, സ്ലോലി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളിപ്പം ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ. പക്ഷെ അതൊക്കെ പഴയ പോലെ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗ്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.